ഹായ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇത്തവണ നമ്മുടെ ലുമേവോയുടെ X1+ എന്ന് പറയുന്ന ഫോഗ് ലൈറ്റിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ X2+ൻ്റെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഒരുപാട് പേര് ചോദിച്ചു X1ൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളത്. കാരണം ഇത് എൻറ്റയർലി ന്യൂ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ സ്റ്റിൽ ആൾക്കാർ ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇതിനെപ്പറ്റി ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം. അതുകൊണ്ട് കുറച്ച് റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് X1ൻ്റെ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് കരുതി. ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഇതിൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ നല്ലൊരു ഹാർഡ് കോർ ഓഫ് റോഡറോ അല്ലെങ്കിൽ X2+ ഒരു ഹാർഡ് കോർ ഓഫ് റോഡറിന് നിങ്ങൾക്ക് പറ്റിയ സാധനമാണ്. ഇത് മോർ ഓവർ നിങ്ങൾ വീക്കെൻഡ്സിൽ ജസ്റ്റ് ഔട്ടിങ് പോകുമ്പം അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ പിടിക്കുകയാണെങ്കിൽ X1+ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫോഗ് ലൈറ്റ് ആണ്. നല്ല കോമ്പാക്റ്റബിലിറ്റി, അതുപോലെ തന്നെ നല്ല പാക്കിങ്, നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിരിക്കുന്ന നല്ല അടാറൊരു ഫോഗ് ലൈറ്റ് ആണ് X1+ ലുമേവോയുടെ. നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലിപ്പിങ്സ് ഫുട്ടേഴ്സൊക്കെ കിടപ്പുണ്ട് കേട്ടോ, വർക്ക് ചെയ്യുന്ന എല്ലാം കാണിച്ചു തരാം. ഇത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു കമ്പാരിസൺ വീഡിയോ. ഇത് രണ്ടും ADV 390 ആണ്. രണ്ടും സെയിം സ്പെക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. വോൾട്ടേജ് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിക്ക് വെച്ചിരിക്കുന്നത് സ്കൗട്ടെക്സ്, താഴെ കാണാൻ പറ്റും സ്കൗട്ടെക്സ് ആണ് വെച്ചിരിക്കുന്നത്. എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ADV 390 വെച്ചിരിക്കുന്നത് നമ്മുടെ X1+ ആണ്. ഇതിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ, ചെറിയൊരു ബൾബ് ഇരിക്കുന്ന പോലെ തോന്നിക്കത്തുള്ളൂ. നമുക്കിത് രണ്ടും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കമ്പാരിസൺ എങ്ങനെയാണെന്നുള്ള ലൈറ്റ് ത്രോയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നല്ല വിസിബിളായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്കൗട്ടെക്സ് സ്റ്റാർട്ട് ചെയ്യാം. സ്കൗട്ടെക്സിൻ്റെ ബീം ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സ്കൗട്ടെക്സിൻ്റെ ബീം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആണ്. പക്ഷേ ഈ സാധനം സ്പ്രെഡായിട്ട് സ്കാറ്റർ ചെയ്ത് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് അല്ലേ. അതായത് ഇച്ചിരി ഫോഗുള്ള ഏരിയ ആണ്, പക്ഷേ അവിടെ സ്കാറ്ററായിട്ട് ചെറുതായിട്ട് സ്കാറ്റർ ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ ഒരുപാട് ഫോഗുള്ള ഏരിയയിലൂടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ ഇതിങ്ങനെ ഒരു ബൾബ് പോലെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഫുള്ള് ലൈറ്റ് സ്കാറ്ററിങ് കാരണം നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വിസിബിലിറ്റിക്ക് ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു സംഭവം. ഓക്കെ, ഇനി നമുക്ക് X1+ ഓണാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. X1+ൻ്റെ ലൈറ്റിൻ്റെ ത്രോ, അതായത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈറ്റിനെ മാക്സിമം ഡിസ്റ്റൻസിലോട്ട് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് സ്കാറ്റർ ചെയ്ത് ഫ്രണ്ടിൽ നമുക്കൊരു എന്താ പറയുക ഫോഗി എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ അതുപോലെ ഡെൻസിറ്റി കൂടിയ ഫോഗിൽ കൂടെ പോയാലും ഇപ്പം ഇതിനകത്ത് രണ്ട്, അതായത് യെല്ലോയും വൈറ്റും ഉണ്ട്. സോ യെല്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി അത്യാവശ്യം നല്ല ഫ്രീക്വൻസി റേഞ്ച് ഉള്ളൊരു ബീമാണ് യെല്ലോ ബീം. സോ യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ ബീം ലോ ബീം ഇങ്ങനെ സ്വിച്ച് ചെയ്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യെല്ലോ ഓപ്ഷനുണ്ട്, യെല്ലോ വൈറ്റ് ഓപ്ഷനുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടും കൂടെ ഡിഫറൻസ്. സൈഡ് ബൈ സൈഡ് നോക്കിക്കഴിഞ്ഞാലുള്ള ഡിഫറൻസ് നമുക്ക് വിസിബിളായിട്ട് തന്നെ ഇതിനകത്ത് കാണാൻ പറ്റും, എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള ബീമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിത് വണ്ടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവത്തെ ഓർത്ത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ മുഖത്തോട്ട് അടിക്കുന്ന രീതിയിൽ വെക്കരുത്. ഇതിനെ നിങ്ങൾക്ക് റോഡ് വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ബട്ട് നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബീമാണ്. അതുകൊണ്ട് കണ്ണിലോട്ട് ഡയറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ ലൈറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി ബാക്ക് ടു ദ ഡീറ്റെയിൽഡ് വീഡിയോ. ആസ് യൂഷ്വൽ ഇതിൻ്റെയും ബോക്സിങ്ങും ഡിസൈൻസും എല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. X1+. X2ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്കകത്ത് അതിനകത്തും കൊടുത്തിട്ടുണ്ട്. അതിന് സ്റ്റിക്കറിങ്, അതായത് അകത്തുള്ള ഈ സ്റ്റിക്കേഴ്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഇതാ സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ, 3 സ്റ്റിക്കേഴ്സ്, നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് അവിടെ മാറ്റി വയ്ക്കാം. പിന്നുള്ളത് വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡെല്ലാം എല്ലാത്തിനും സെയിം ഒക്കെ തന്നെ, ഡിസൈൻസ് എല്ലാം സെയിം. ഇതാ വാറണ്ടി കാർഡ്സ് കിട്ടുന്നുണ്ട്. വാറണ്ടി കാർഡും അവിടെ ഇരിക്കട്ടെ. ഇതാണ് ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ആ ഒരു പാക്കിങ്. ഇതിനകത്താണ് നമ്മുടെ ഹാർനസ്, അതായത് മെയിൻ ബ്രെയിൻ നമ്മുടെ ലൈറ്റിൻ്റെ ഇരിക്കുന്നത്. ഇതിനകത്ത് എല്ലെങ്കിൽ വരുന്നുണ്ട്, ഫിറ്റിംഗ് ആയിട്ടുള്ള സ്ക്രൂസ്, നട്ട് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ് രണ്ടെണ്ണം ഇരിക്കുന്നത്. X1+ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല സൂപ്പർ ലെൻസ് ഡിസൈൻ ആട്ടോ. ആ ലെൻസ് ഇരിക്കുന്നുണ്ടോ, നല്ല മഴത്തുള്ളിയൊക്കെ ഇരിക്കുന്ന പോലെ. ഈ ഒരു ലെൻസിൻ്റെ
ആ ഒരു കർവേച്ചർ കാരണം ഇതിൻ്റെ ബീം, അതായത് ഈ ഒരു പ്രൊജക്ഷൻ വരുന്നത് നല്ല നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഭയങ്കര ഡിഫറൻസിലാണ് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ വരുന്നത് കേട്ടോ. ലൈറ്റിൻ്റെ നല്ല ഡിസ്റ്റൻസ് വിസിബിലിറ്റി കിട്ടാനായിട്ട് നല്ല കപ്പാസിറ്റി ഉള്ള ലെൻസ് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. X1+ൻ്റെ ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇച്ചിരി വെയിലത്തോട്ട് നിന്നിട്ട് കാണിക്കും. ഇവിടെ നല്ല ചുട്ട വെയിലാണ് കേട്ടോ. ഇതാ വെയിലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു, നമ്മൾ ഈ ആപ്പൂപ്പ ഈ കടയിൽ കിട്ടുന്ന ടൈപ്പ് സാധനമല്ല. ഇതിൻ്റെ നല്ല ക്വാളിറ്റി അലുമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മിലിറ്ററി ഗ്രേഡ് അലുമിനിയം ആണ്. അതുപോലെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫാണ്. നട്ടും ബോൾട്ടും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, നല്ല നല്ല പക്ക ഫിനിഷിംഗ് ആണ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും വെർത്തായിട്ടുള്ളൊരു സാധനം. അതുപോലെ തന്നെ ഇവരുടെ തന്നെ നല്ല കസ്റ്റമർ സപ്പോർട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ വാട്സപ്പിൽ ഇതിനെക്കുറിച്ചുള്ള എൻക്വയറീസ് ഒക്കെ ചെയ്യാനുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റയിലാണെങ്കിലും പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട സപ്പോർട്ട് എല്ലാം തരാം. ലൈറ്റിലോട്ട് നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനതൊരു കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. ഫാൻ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത് ശരിക്കും വാട്ടർ പ്രൂഫ് ആണ്. സോ ഇതിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ലെൻസ് ഉണ്ട്. ഇത് ശരിക്കും 7 മോഡിൽ ഈ ലൈറ്റ് വർക്ക് ചെയ്യും. ഇതിന് ഫ്ലാഷിംഗ് മോഡുണ്ട്, ഹൈ ബീമും ലോ ബീമും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അത്രയും പോലും വലുപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ FC-യുടെ ഇൻഡിക്കേറ്റർ. കണ്ടോ, ഇത്രേ ഉള്ളൂ. അതായത് ഈ ഇൻഡിക്കേറ്ററൊക്കെ പോലെ വെച്ചാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ മതി. കേരളത്തിലൊക്കെ ഫോഗ് ലൈറ്റിൻ്റെ ഇഷ്യൂസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് നല്ല വിസിബിലിറ്റി, അതായത് യൂസ്ഫുള്ളാണ്. നമ്മൾ യൂസ് കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈസിന് ഇത് തരുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമാരകമാണ്. ഞാൻ കുറച്ച് ഫുട്ടേജ് ഇതിനകത്ത് ആഡ് ചെയ്ത് വിടാം. അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈറ്റിൻ്റെ പ്രൊജക്ഷനൊക്കെ. ഇതിന് സ്വിച്ച് വരുന്നത് നമ്മുടെ X1ൻ്റെ കൂടെ തന്നെ വരുന്ന സ്വിച്ചാണ്. ആ സ്വിച്ച് എന്ന് പറയുന്നത് മുകളിലോട്ടും താഴോട്ടും 2 മോഡുള്ള സ്വിച്ചാണ്. ഈ 2 മോഡുള്ള സ്വിച്ചിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ 7 മോഡും കൺട്രോൾ ചെയ്യാം. അതുപോലെ ഇതിനകത്തുള്ള ഹാർനസ് കാര്യങ്ങളെല്ലാം തന്നെ വാട്ടർ പ്രൂഫാണ് X1+ൻ്റെ. അതുപോലെ തന്നെ X2ൻ്റെ അതെ വാട്ടർ പ്രൂഫാണ്. ഇതിനകത്തുള്ള ഞാൻ ബോക്സിനകത്തുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഓപ്പൺ ആക്കി കാണിക്കാം. നിങ്ങൾ ജസ്റ്റ് X2ൻ്റെ വീഡിയോയും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. കാരണം അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ മറ്റേ സ്വിച്ചിൻ്റെ ഒക്കെ വീഡിയോ അതിനകത്ത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് X1ൻ്റെ മാത്രം. അതായത് ഇതിൻ്റെ കൂടെ സ്വിച്ചും കിട്ടും. ലൈറ്റ് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് ലൈറ്റ് മാത്രമല്ല സ്വിച്ചും 2 ഹാർനസും എല്ലാം കൂടാണ് പാക്ക് ചെയ്ത് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു യൂണിറ്റ്. ഇത് കൂടാതെ ഒരു വലിയ യൂണിറ്റ് ഉണ്ട്. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന വലിയൊരു വയറുണ്ട്, യൂണിറ്റ് ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും ഒരുപാടായി പോകും. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ എടുക്കാഞ്ഞത്. എല്ലാം X2ൻ്റെ വീഡിയോക്കകത്ത് കിടപ്പുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ കണക്റ്റേഴ്സ് വരുന്നത്. റെഡും ബ്ലാക്കും ആണെന്ന് തോന്നുന്നു കേട്ടോ പോസിറ്റീവ് നെഗറ്റീവ്. ബാക്കി 2 മോഡിൻ്റെ വയറുകളാണ്. ഇതിനകത്ത് മോഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള വയേഴ്സാണ്. നമുക്ക് 7 മോഡുണ്ട്. ഫ്ലാഷിംഗ് മോഡുണ്ട്, ഹൈ ബീമുണ്ട്, ലോ ബീമുണ്ട്, അങ്ങനെയാണ് വരുന്നത്. അതുപോലെ കണക്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഫുള്ള് വാട്ടർ പ്രൂഫ് കണക്റ്റേഴ്സാണ് വരുന്നത്. X1ൻ്റെയും X2ൻ്റെ അതെ കേട്ടോ. അതുപോലെ ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് അതായത് ഇത് റീവർക്ക് ചെയ്തെടുക്കാം. അതായത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ റിപ്പയർ ചെയ്ത് തരുന്ന ടൈപ്പ് സ്വിച്ച് കേട്ടോ. അതെനിക്ക് തോന്നുന്നില്ല ഒരു ബ്രാൻഡും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്വിച്ച് റിപ്പയർ ചെയ്ത് തരുന്ന ടീംസ് ഉണ്ടെന്ന്. അതുപോലെ ഹാർനസിന് ഇതിന് ടോട്ടൽ, അതായത് X1+ന് ടോട്ടൽ 2 years ഓഫ് വാറണ്ടി ആണ് തോന്നുന്നുള്ളത്. 2 years ഓഫ് വാറണ്ടി സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്തിട്ട് എടുക്കാമെന്നാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. X1+ 4 ആമ്പിയർ 5000 ലൂമനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ്, അതായത് ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 5000 ലൂമൻ. വോൾട്ടേജ് വരുന്നത് 9 to 24 വോൾട്ടേജ് ആ ഒരു റേഷ്യോയിലാണ്. അതുപോലെ 4.2 ആംപിയർ ആണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും കാര്യങ്ങളെല്ലാം. ഒരു
എന്നാ സ്റ്റാൻഡിങ് ഔട്ട് ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആ കൊടുക്കുന്ന പ്രൈസ് വേഴ്സസ് ഇത് തരുന്ന ആ ഒരു കപ്പാസിറ്റി, ആ ഒരു ഡിഫറൻസാണ് ബാക്കിയുള്ള ബ്രാൻഡുകളിൽ നിന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. ഇപ്പം ഏതൊരു ബ്രാൻഡ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും ഈ ഒരു മുതൽ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കമ്പാരിസൺ ഒക്കെ നോക്കാവുന്നതേ ഉള്ളൂ, എന്തൊക്കെയാണ് അതിൻ്റെ വേരിയേഷൻസ് വരുന്നതെന്നുള്ളത്. ഇത് തരുന്ന പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ലൈറ്റും ഇത്രയും പെർഫോമൻസും അതുപോലെ തന്നെ ഇത്രയും ക്വാളിറ്റി ഇതുപോലെ സപ്പോർട്ടും തരത്തില്ല. അത് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ ഒരു ബ്രാൻഡായിട്ട് പേഴ്സണലി വർക്കുകൾ, ഇവരുടെ ഡിസൈൻസും അതുപോലെ കണ്ടൻറ് ക്രിയേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുള്ളതുകൊണ്ട് പേഴ്സണലി എനിക്ക് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് തരാവുന്നതാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതുപോലെ അഷ്യൂറാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഇവർ തരുന്ന സപ്പോർട്ടിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബെനലിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലാണല്ലോ, ഒന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് പുള്ളി X2+ ആയിരുന്നു മേടിച്ചത്. പുള്ളിയുടെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ TRK 502Xൽ പുള്ളി ഏതോ റോഡ് ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കിനും പുള്ളി റിസർച്ച് ചെയ്ത് ഇങ്ങനെ തപ്പി X2ലോട്ട് വന്നതാണ്. സോ അങ്ങനെ ഒരു ഫ്രഷറായിട്ടുള്ള ഒരാൾ ആദ്യമേ തന്നെ ഇതുപോലെ റിസർച്ച് ചെയ്തിട്ട് X2ലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ എത്രത്തോളം കപ്പാസിറ്റി ഉള്ള ഒരു ലൈറ്റിൻ്റെ ടീംസ് ആയിരിക്കും ഈ ഒരു ലുമേവോ എന്നുള്ളത്. അതുപോലെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇത്രത്തോളം കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തെങ്കിലും ലൈറ്റിൻ്റെ എൻക്വയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി വൈസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് ഫുൾ സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബൈ.